എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ളൊരാഴ്ചയായിരുന്നു. ഞായറാഴ്ച യൂണിയൻ ബഡ്ജറ്റ്, അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ, ഒപ്പം ബുധനാഴ്ച ആന്ത്രോപിക് എഐയുടെ പുതിയ AI ടൂൾ കോവർക്കിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ ടെക്നോളജി സെക്ടറിൽ. ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ഞായറാഴ്ച യൂണിയൻ ബഡ്ജറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ STT കൂട്ടാനുള്ളൊരു തീരുമാനം വന്നതിന് ശേഷം ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച വളരെ വീക്കായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം പിന്നീട് ഉള്ള ട്രേഡിംഗ് ഡേയ്സിലെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. തിങ്കളാഴ്ച നല്ല റിക്കവറിയാണ് നടത്തിയത്. അതുപോലെ തന്നെ ബുധനാഴ്ച വീണ്ടും റിക്കവറിയാണ് നടത്തിയത്. അതിനുശേഷം മൈനറായിട്ടുള്ളൊരു വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച വീണ്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ട്രംപ് ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന താരിഫിൽ കുറവ് വരുത്തിയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതേസമയം പിന്നീടുള്ള ദിവസങ്ങളിൽ ആന്ത്രോപിക് എഐയുടെ കോവർക്ക് AI ടൂളിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബലി ടെക്നോളജി സെക്ടറിലുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ആസ് സർവീസായിട്ട് കൊണ്ടു നടക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഈ AI ടൂള് ലോഞ്ച് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അക്രോസ് ദ ഗ്ലോബ് ടെക്നോളജി സ്റ്റോക്കുകളിലുണ്ടായിരുന്നു. ഹാർഡ്വെയർ സ്റ്റോക്കിലും അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികളിലാണ് കൂടുതലായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ഇൻഫോസിസ്, TCS, ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള AI ഡിസ്റപ്ഷൻസ് ഇനിയും നമുക്ക് കാണേണ്ടി വരും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് ടെക്നോളജി സ്റ്റോക്കുകളിൽ കണ്ടത്. ആപ്പിൾ ഒഴികെ എല്ലാ സ്റ്റോക്കുകളും വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന സാൻഡിസ്ക് കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ടെക്നോളജി സെൽ ഓഫിൽ സാൻഡിസ്കും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോൺ വീണ്ടും പുതിയ റെക്കോർഡ് കൈയിട്ടിരുന്നു. ടെക്നോളജി സെൽ ഓഫിൽ താഴെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ സെൽ ഓഫ് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ചൈനീസ്, ഹോങ്കോങ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകളാണ് വീക്ക് ടു വീക്ക് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ജാപ്പനീസ്, ഇന്ത്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിലത്തെ വൊളാറ്റിലിറ്റി വലിയൊരു കോസ് ഫോർ കൺസേൺ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ആന്ത്രോപിക് എഐയുടെ പുതിയ ടൂള് വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷനാണ് സോഫ്റ്റ്വെയർ സെക്ടറിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുള്ളൊരു വിലയിരുത്തലും കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുതിയ ടൂളുകൾ വീണ്ടും അനൗൺസ്മെൻ്റൊക്കെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ സെഗ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ ടെക്നോളജി കമ്പനികളും ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ കമോഡിറ്റി മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജനുവരി 29-നാണ് ഗോൾഡ് റെക്കോർഡ് ഹൈറ്റ് ചെയ്ത് $5596.2 പെർ ഔൺസാണ് ജനുവരി 29-ന് ഹീറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ സിൽവറും അതേ ദിവസം തന്നെ $121.76 പെർ ഔൺസ് റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഈ രണ്ട് കമോഡിറ്റികളിലും വലിയ വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. ഗോൾഡ് ഒരവസരത്തിൽ $4404 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച സിൽവർ $63.98 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വൊളാറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു കൺസർവേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വലിയ വൊളാറ്റിലിറ്റിക്ക് ശേഷം നമ്മൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ കണ്ടത് ഗോൾഡിൽ നല്ല രീതിയിലുള്ള ബയ്യിങ് ആണ്. ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $4966 പെർ ഔൺസിനാണ്. അതേസമയം വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് സിൽവർ പ്രൈസിൽ കണ്ടിട്ടുള്ളത്.
ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ $77.69 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഗോൾഡായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 1.5% ബെറ്ററാണ്. അതേസമയം സിൽവർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 9% വീക്ക് ടു വീക്ക് താഴെയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സിൽവറിൻ്റെ കാര്യത്തിൽ നല്ല വൊളാട്ടിലിറ്റി ഒക്കെ നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ഗോൾഡിൽ കാര്യമായിട്ടുള്ള വൊളാട്ടിലിറ്റി കാണാനായിട്ട് സാധ്യതയില്ല. മറിച്ച് വൊളാട്ടിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഡിപ്പ് ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം ജനുവരി മാസത്തെ ഗോൾഡ് ETF-കളുടെ ഡാറ്റ വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്ത് വിട്ടിട്ടുണ്ട്. $19 ബില്യൺ ജനുവരി മാസത്തിലെ ഗ്ലോബലി ETF-കൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നെറ്റ് നോക്കുകയാണെങ്കിൽ 120 ടൺസ് ആണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ജനുവരിയിൽ. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ചൈനയിലൊക്കെ സെൽ ഓഫ് ഉണ്ടായിരുന്നു. പക്ഷേ ജനുവരിയിലത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 120 ടൺസ് ആണ് ഗ്ലോബലി ഗോൾഡ് ETF-കൾ ഗോൾഡ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടലി ജനുവരി എൻഡ് ചെയ്യുമ്പോൾ ഗോൾഡ് ETF റെക്കോർഡ് ഫിഗറാണ് ഹോൾഡ് ചെയ്യുന്നത്. 4145 ടൺ ഗോൾഡാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ സെക്ടർ അല്ലെങ്കിൽ നമ്മൾ കൺട്രി വൈസ് റീജിയൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക $7 ബില്യൺ ആണ് ജനുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 43.4 ടണ്ണാണ് വാങ്ങിയിരിക്കുന്നത്. യൂറോപ്പ് 2 ബില്യൺ അതായത് 12.9 ടൺസ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 51% ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും ഏഷ്യയിൽ നിന്നാണ്. 62 ടൺസ് ആണ് ഏഷ്യയിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ചൈനയും ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് കൺട്രികൾ വരുന്നത്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ജനുവരിയിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 6th പ്ലേസാണ് നിപ്പോൺ ഗോൾഡ് ETF ഇന്ത്യയിൽ 6th പ്ലേസാണ് വന്നിരിക്കുന്നത്. 15.5 ടൺസ് ആണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ നിപ്പോൺ ഗോൾഡ് ETF ഗോൾഡ് ബീസിൻ്റെ ഹോൾഡിങ്സ് 110.5 ടൺസ് ആണ് ജനുവരി എൻഡ് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഇത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ ഇത് ജനുവരി 30 അവസാനിക്കുന്ന കണക്കാണ്. പക്ഷേ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫാണ് ചൈനയിലൊക്കെ കണ്ടിരിക്കുന്നത്. ഇനി ചൈനയിൽ ലൂണാർ ഹോളിഡേയ്സ് വരെയാണ്. ഫെബ്രുവരി 16 മുതൽ ലൂണാർ ഹോളിഡേയ്സ് ആരംഭിച്ച് 24-നാണ് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ രണ്ട് കമോഡിറ്റികളിലും വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ സിൽവറിൽ വലിയ വൊളാറ്റിലിറ്റി കൂടുതലായിട്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് റോസ് അതുപോലെ തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ന്യൂസൊക്കെ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്ക് ബൈങ് ഡാറ്റ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. 860 ടൺസാണ് ഗ്ലോബലി സെൻട്രൽ ബാങ്കുകൾ കഴിഞ്ഞ വർഷം അതായത് 2025 വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് റോസ് ഗോൾഡിനെ സംബന്ധിച്ചൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് നൽകാൻ പോകുന്നത്. അതേസമയം സിൽവറിലൊരു വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് മറ്റ് കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഗ്ലോബലി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി ബെറ്ററാണ്. 90.4163 രൂപ പെർ ഡോളറിനാണ് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനറലി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും തന്നെ കാര്യമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടില്ല. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 50,169.65 ഹിറ്റ് ചെയ്തതിന് ശേഷം 50,115.61
9 ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 133.9 പോയിന്റ് ബെറ്റർ ആയിട്ട്, നാസ്ഡാക്ക് 490.63 പോയിന്റ് ബെറ്റർ ആയിട്ട്, അതുപോലെ തന്നെ റസൽ 2000 92.69 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡിസ്കഷനിൽ ആദ്യ ദിവസം തന്നെ ഇറാൻ ഫർദർ ഡിസ്കഷന് സമ്മതിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി അറൗണ്ട് 100% മേലെയാണ് ഈ ന്യൂസിന് ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങളൊക്കെയുണ്ട്. ഈ സംശയങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ഒരു മാർക്കറ്റിൽ വരികയാണെങ്കിൽ സംയുക്ത കിസാൻ മോർച്ച സ്ട്രൈക്കൊക്കെ ഡിക്ലെയർ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫെബ്രുവരി 12. അപ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് ഡീലിൻ്റെ പോസിറ്റീവ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിട്ടുള്ള പല ഡീറ്റെയിൽസും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്ററിം ട്രേഡ് അഗ്രിമെൻറ്റ്, അതായത് ഇന്ത്യ US ഇൻ്ററിം ട്രേഡ് അഗ്രിമെൻറ്റ് ഫ്രെയിം വർക്ക് ഫൈനലൈസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിലേക്ക് പാർഷ്യൽ എൻട്രി അമേരിക്കയിലെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നൽകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഫാമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പിന് ഇടയാക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പൊളിറ്റിക്കലി ചെറിയ അജിറ്റേഷൻസൊക്കെ ഓൾ ഓവർ ഇന്ത്യയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊരു ചെറുതായിട്ടെങ്കിലും നമ്മുടെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം മറ്റു പ്രപ്പോസൽസൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സീറോ ഡ്യൂട്ടി വരുന്ന പല സെഗ്മെൻറ്റുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജനറിക് ഫാർമസ്യൂട്ടിക്കൽസിൽ മേലെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന സീറോ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഈ ട്രേഡ് ഫ്രെയിം വർക്ക് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, ലുപ്പിൻ, അറബിന്ദോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, ടോറൻ ഫാർമ, ഗ്ലെൻമാർക്ക്, ആൽക്കം, ഡിവീസ് ലാബ് ഇത്തരത്തിലുള്ള കമ്പനികൾ, അതോടൊപ്പം തന്നെ റൂബിക്കോൺ റിസർച്ച്, സായി ലൈഫ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ജെംസ് ആൻഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ ജുവലറി ഒക്കെ നോക്കുകയാണെങ്കിൽ സീറോ ഡ്യൂട്ടിയാണ് ഡയമണ്ട് സെക്ടറിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഡയമണ്ട് ജുവലറി ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഗോൾഡിയാം ഇൻ്റർനാഷണൽ, വൈഭവ് ഗ്ലോബൽ, സെങ്കോ ഗോൾഡ്, രാജേഷ് എക്സ്പോർട്സ്, കല്യാൺ ജുവലേഴ്സ്, ടൈറ്റൺ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഇതൊരു ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാമെന്ന് ടൈറ്റൻ, അതുപോലെ തന്നെ ഗോൾഡിയാം ഇൻ്റർനാഷണലൊക്കെ ആയിരിക്കാം, അതുപോലെ തന്നെ വൈഭവ് ഗ്ലോബലിലൊക്കെ ആയിരിക്കാം. ഒപ്പം കല്യാൺ ജുവലേഴ്സിൻ്റെ Q3 റിസൾട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റോക്ക് പ്ലഡ്ജിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ രീതിയിൽ കല്യാൺ ജുവലേഴ്സ് മുന്നേറുന്നുള്ളൊരു കാര്യം കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ ഇന്ത്യ US ട്രേഡ് ഫ്രെയിം വർക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ലഭിക്കാൻ പോകുന്ന എയർക്രാഫ്റ്റ് പാർട്സ്, എയറോസ്പേസ് കമ്പോണൻസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കാണ്. ഡൈനാമാറ്റിക് ടെക്നോളജീസ്, ഭാരത് ഫോർജ്, എംടാർ ടെക്നോളജീസ്, ഡാറ്റ പാറ്റേൺസ്, HAL, അസ്ട്ര മൈക്രോവേവ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഓട്ടോ കമ്പോണൻസ് പ്രിഫറൻഷ്യൽ ആക്സസ് ലഭിക്കാൻ പോകുന്ന കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമ്മർദ്ദന മദേഴ്സും, സുമി, സോണ BLW, ഭാരത് ഫോർജ്, സുന്ദരം ഫാസ്റ്റനേഴ്സ്, എൻഡുറൻസ് ടെക്നോളജീസ്, ഉണോ മിൻഡ, ബോഷ് ഇന്ത്യ, സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. മെഡിക്കൽ ഡിവൈസസും ഹോസ്പിറ്റൽ സപ്ലൈക്കുള്ള ഐറ്റംസിനൊക്കെ ഡ്യൂട്ടി സീറോ ആക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പോളോ ഹോസ്പിറ്റൽ, ആസ്റ്റർ, അതുപോലെ തന്നെ ഫോർട്ടീസ്, മാക്സ് ഹെൽത്ത് കെയർ, നാരായണ ഹൃദയാലയ,
അതുപോലെ തന്നെ കിംസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓപ്പൺ ഡാറ്റാ സെൻറ്റർ GPUs ഒക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയിൽ കുറവ് വരുത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ABB, സീമെൻസ്, ഈ L&T, അഡാനി എൻ്റർപ്രൈസ്, റിലയൻസ് എൻ്റർപ്രൈസസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ, അപ്പാരൽസ് ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ ഏഷ്യൻ കൺട്രികളെക്കാളും താഴെയാണ്. തീർച്ചയായിട്ടും ഈ കമ്പനികളെ സംബന്ധിച്ച്, ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരുപക്ഷെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 വീലർ സെഗ്മെൻറ്റിലാണ്. 800 cc മുകളിലുള്ള ബൈക്കുകളിൽ മേലുള്ള ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഹെവി അല്ലെങ്കിൽ ഏറ്റവും ലക്ഷറി കാറുകളിൽ മേലെയുള്ള ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഈ സെക്ടറിൽ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ലക്ഷറി വെഹിക്കിൾസ്, അമേരിക്കൻ മെയ്ഡ് ലക്ഷറി വെഹിക്കിൾസ് ഇന്ത്യയിൽ സെയിൽസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. അതേസമയം EVകൾ ഇതിൽ നിന്നൊക്കെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. EVകൾക്ക് യാതൊരു തരത്തിൽ ഡ്യൂട്ടി എക്സംഷനും വരുന്നില്ല. ഒപ്പം ആൽക്കഹോളിക് ബിവറേജസ് മേൽ വൈനും സ്പിരിറ്റും ഒക്കെ 0 ഡ്യൂട്ടി ആക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വൈൻസും സ്പിരിറ്റ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാവും പോകുന്നത്. അതേസമയം ഇന്ത്യയിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ജനറിക് ഫാർമ, ജെംസ് ആൻഡ് ജുവലറി, എയറോസ്പേസ്, പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ടേഴ്സ്, ഓട്ടോ കമ്പണൻ്റ് എക്സ്പോർട്ടേഴ്സ്, ഡാറ്റാ സെൻറ്റർ, അതുപോലത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാ പ്ലേയേഴ്സിനൊക്കെയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനൊക്കെയാണ് ഈ ഫ്രെയിം വർക്ക് പ്രകാരം പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. എന്നിരുന്നാലും അഗ്രികൾച്ചർ സെക്ടറിലേക്ക് അമേരിക്കൻ കമ്പനികൾക്ക്, അമേരിക്കൻ അഗ്രികൾച്ചർ സെക്ടറിന് പാർഷ്യൽ എൻട്രി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു എതിർപ്പുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം അപ്വേർഡ് മൊമെൻറ്റം ഇതിൻ്റെ ബലത്തിലുണ്ടാവും എന്നുള്ളൊരു കാര്യം കാത്തിരുന്ന് കാണണം. ഒപ്പം അമേരിക്ക വീണ്ടും പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും അതിന് ഒരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഓയിൽ വാങ്ങാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലോസസും ഈ ഡീലിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് വീണ്ടും ടാരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള ക്ലോസസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. തീർച്ചയായിട്ടും മാർച്ച് മിഡിലോട് കൂടിയാണ് ഈ ഡീലൊക്കെ സൈൻ ചെയ്യാൻ പോകുന്നത്. അതുവരെ പലതരത്തിലുള്ള നെഗോഷിയേഷൻസും അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ വരും. ആ റിപ്പോർട്ടുകൾക്ക് നെഗോഷിയേഷൻസിനനുസരിച്ച് മാർക്കറ്റിലും റിയാക്ഷൻസൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകൾ വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള റിസൾട്ടുകളെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടാണ് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഒരു പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോസിറ്റീവ് റിയാക്ഷൻ കാഴ്ചവെക്കാനാണ് ചാൻസസ് കൂടുതൽ. ഇനി ഞായറാഴ്ച ഇന്നാണ് ജപ്പാനിലെ ഇലക്ഷൻ പോളിംഗ് നടക്കുന്നത്. ഇപ്പോഴത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ലോവർ ഹൗസിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അധികാരത്തിൽ വരുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജാപ്പനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ജപ്പാനിലെ എക്കണോമിനെ പ്രോപ്പപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫൻസ് സ്പെൻഡിങ് ഒക്കെ കൂട്ടാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് സനെ തക്കായിച്ചി. തീർച്ചയായിട്ടും സനെ തക്കാച്ചിയുടെ വിജയം ജാപ്പനീസ് മാർക്കറ്റിനും ഗ്ലോബൽ മാർക്കറ്റിനൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. അതേസമയം ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് വലിയ രീതിയിൽ കൂട്ടാണെങ്കിൽ ഈ ക്യാരി ട്രേഡ് കൺവൈൻഡ് ചെയ്തേക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ അത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ ഈ ആഴ്ചയിലത്തെ ഇവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് Q3 റിസൾട്ടുകൾ തന്നെയാണ് മേജറായിട്ട് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള Q3 റിസൾട്ടുകളുടെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ധാരാളം സ്റ്റോക്കുകളിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ടാറ്റ സ്റ്റീൽ Q3 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. എക്സലൻറ്റ് റിസൾട്ടാണ് ടാറ്റ സ്റ്റീലും പുറത്തു വിട്ടിരിക്കുന്നത്. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
അവരുടെ റിസൾട്ട് ശനിയാഴ്ച വന്നിരിക്കുന്നതും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ കഴിഞ്ഞ് വെള്ളിയാഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ S&P 500 കമ്പനികളിൽ 500 കമ്പനികളിൽ 400 കമ്പനികളും കഴിഞ്ഞ വെള്ളിയാഴ്ച ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാസ്ഡാക്കിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ മുമ്പത്തെ എക്സ്പെക്റ്റേഷൻ പ്രോഫിറ്റബിലിറ്റി ഗ്രോത്ത് 14% അതേസമയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 20% പ്രോഫിറ്റബിലിറ്റി ഗ്രോത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതേസമയം ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം ഒന്നും തന്നെ വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് റിയാക്ഷൻ ഒന്നും തന്നെ അമേരിക്കയിലെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഒരു ബ്രോഡ് ബേസ്ഡ് റാലി തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോയിങ് ഫോർവേഡ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മറ്റ് മാർക്കറ്റുകളിലും വന്നേക്കാം. ഒപ്പം ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഡിസ്കഷൻ വന്ന ഒരു സെറ്റിൽമെൻറ്റിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഫെബ്രുവരി 2nd വീക്കിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ വീണ്ടും ചർച്ച നടത്തും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 14 ഈ ഡിസ്കഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള ഡിസ്കഷനിൽ കൂടെ ഒരു ഒത്തുതീർപ്പിലെത്തുകയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒത്തുതീർന്നേക്കാം. ഇങ്ങനെ വരികയാണെങ്കിൽ ഗ്ലോബലി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ നിന്ന് മാർക്കറ്റുകളൊക്കെ ഒരു പരിധിവരെ മുക്തമായേക്കും. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് മാർക്കറ്റുകൾക്ക് നൽകാൻ പോകുന്നത്. ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റുകൾ ബെറ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടാവും. ഒപ്പം നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അനൗൺസ് ചെയ്ത രീതിയിലുള്ള ട്രേഡ് ഡീല് ധാരാളം എതിർപ്പിനുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ഇത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ ട്രേഡ് ഡീൽ എക്സലൻ്റ് ആണ്. മറ്റ് രാജ്യങ്ങളെക്കാളും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് നമ്മുടെ താരിഫ് ലെവലൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെക്കാളും ഈസി ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ഗ്രോത്ത് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ഡേയ്സ് തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ട്രേഡ് ഡീലിൽ അനൗൺസ് ചെയ്തേക്കാവുന്ന അമേരിക്കൻ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കലി ധാരാളം എതിർപ്പുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ നെഗറ്റീവ് റിയാക്ഷൻസ് ഒരുപക്ഷെ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. എന്നിരുന്നാലും ഓവറോൾ അമേരിക്ക ഇന്ത്യ ട്രേഡ് ഡീൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ഇന്ത്യ GCC ട്രേഡ് ഡീലും അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേലെ താരിഫ് ഏർപ്പെടുത്തിയത് ഒരുപക്ഷെ ഒരു ബ്ലെസ്സിങ് ഇൻ ദ ഡിസ്കേസ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നു, അതുപോലെ തന്നെ UK ആയിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നു, ഒമാനായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നു, ന്യൂസിലൻഡായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നു, ഇനി GCC കൺട്രികളായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വരികയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നമ്മുടെ മാർക്കറ്റ് നൽകാൻ പോകുന്നത്. അപ്പോൾ ലോങ് ടൈം വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റികളിൽ ഗോൾഡിൻ്റെ കാര്യത്തിലും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് വ്യൂയോട് കൂടിയിട്ട് നമുക്ക് മാർക്കറ്റിനെ നോക്കിക്കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഈ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ച, അതായത് നാളെ ആരംഭിക്കുന്ന ഒരു AI റിലേറ്റഡ് കമ്പനിയുടെ IPO ഉണ്ട്. ഫ്രാക്ടൽ അനലിറ്റിക്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഒന്നാണ് മാർക്കറ്റ് ഫേസ് വാല്യൂ ഈ കമ്പനിയുടെ 17.19 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്ന. 2000 ഫോം ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. AI റിലേറ്റഡ് സർവീസസ് ആണ് ഈ കമ്പനിയുടെ മേജർ ആക്ടിവിറ്റീസ്. നല്ല പെർഫോമൻസ് ആണ്, ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ്. ഇപ്പോഴത്തെ AI റിലേറ്റഡ് ഇമ്പാക്റ്റിൽ പ്രീമിയം അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ താഴെയാണ്. എന്നിരുന്നാൽ ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ
അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ഫ്രാക്ടൽ അനലിറ്റിക്സ് ലിമിറ്റഡ്. നാളെയാണ് ആരംഭിക്കുന്നത്, അതായത് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ NSE ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ് NSEയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ NSEയുടെ 247.5 കോടി രൂപയാണ്. ഈ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 4 മുതൽ 4.5% വരെ ഓഫർ ഫോർ സെയിലിൽ കൂടെ IPO വരികയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. 4 മുതൽ 4.5% വരെ വിൽക്കാൻ പോകുന്നത്, അതിന് സെല്ലിങ് നടത്താൻ പോകുന്നത്, ടോട്ടൽ വാല്യൂ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 22,500 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ 4 മുതൽ 4.5% ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ നോക്കുകയാണെങ്കിൽ 2,000-നും 2,250 രൂപയ്ക്ക് ഇടയിലായിരിക്കും IPO പ്രൈസ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഈ ആഴ്ചയിൽ NSEയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഗ്രേ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉയരാനുള്ള സാധ്യതകളുണ്ട്. കാരണം IPO വരാൻ പോകുന്നത് തന്നെ 2,000-നും 2,250 ഇടയിലൊരു പ്രൈസാണ്. തീർച്ചയായിട്ടും നല്ല പ്രീമിയത്തോടുകൂടി ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു IPO ആയിരിക്കും NSEയുടെ IPO. ഒരുപക്ഷെ 6-7 മാസമൊക്കെ എടുത്തേക്കാം ഈ IPO ഹിറ്റ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ NSE IPO വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് NSE സ്റ്റോക്കിന്മേലുണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ BSE MCXE സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ ആരംഭിക്കുന്ന ഫ്രാക്ടൽ അനലിറ്റിക്സ് എല്ലാവരും അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്ന Q3 റിസൾട്ടുകൾ വാച്ച് ചെയ്യുക, ഗ്ലോബൽ ഇവൻറ്റുകൾ വാച്ച് ചെയ്യുക, ഒപ്പം ഇന്ത്യ അമേരിക്ക ട്രേഡ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വാച്ച് ചെയ്യുക. വളരെ കോഷ്യസ് ആയിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.